ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഇക്കഴിഞ്ഞ മേയിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജുഡീഷ്യൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രക്രിയയിലെ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. तथा न्यायिक कार्य प्रणाली को अधिक एफिशिएंट एवं इफेक्टिव बनाने के उद्देश्य से इस अमेंडमेंट बिल में चीफ जस्टिस ऑफ इंडिया सहित अन्य न्यायाधीशों की संख्या वर्तमान में 34 से बढ़ाकर 38 किए जाने का प्रावधान किया गया है. കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ലും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പണമിടപാടുകളിലെ കാലതാമസം ഒഴിവാക്കൽ, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയാണ് സഭയിൽ അവതരിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കുചേരുന്നില്ലെന്ന് വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും MSME ബില്ലിന്മേലുള്ള ചർച്ചയിലും പ്രതിപക്ഷത്തു നിന്നും ഒരാൾ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ജന്തർ മന്ദറിൽ നടന്ന നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ മഞ്ചൽപൂർ മണ്ഡലം BJP നിലനിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്കാണ് BJPയുടെ സത്യേന്ദ്ര ഭായ് പട്ടേൽ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സ്ഥാനമൊഴിഞ്ഞ സീറ്റിലേക്കാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗിനാണ് വിജയം. കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRകളിൽ അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ മുൻ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. അടിയന്തര ഘട്ടങ്ങളിൽ ഇരുചക്ര ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇരുചക്ര ആംബുലൻസ് സേവനം വിദൂര മേഖലകളിൽ അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹനങ്ങളിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും മന്ത്രാലയം പുറപ്പെടുവിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കെടുതികളിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും NDRF സംഘങ്ങളെയും സജ്ജമാക്കിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിക്കുന്നതിന് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായവും നൽകും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. 3 ദിവസത്തിനിടെ ജില്ലയിൽ പെയ്തത് 533 മില്ലിമീറ്റർ മഴ. വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 533 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇന്ന് പല പ്രദേശങ്ങളിലും മഴ മാറി നിന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ അതീവ ജാഗ്രത തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തു നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചുവരുന്നു. ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ജില്ലയിൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാലക്കര ഭാഗത്ത് പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നു. പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചരക്ക് നീക്കത്തിൽ വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ 2026 ജൂലൈയിൽ 9% വർധനയാണ് മുൻവർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. 141 ദശലക്ഷം ടണ്ണാണ് ജൂലൈയിലെ ചരക്ക് നീക്കം. യാത്രക്കാരുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വൻ വർധനവ് ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി